ഞങ്ങളിവിടെ വന്നപ്പോ ഒരു കർമ്മ ഗ്രൂപ്പിന്റെ ഒരു റിസോർട്ടിന് അവരിങ്ങനെ ഒരു സംഭവം തന്നതാ, ഒരു കൂപ്പൺ തന്നതാ. അപ്പൊ അവിടെ നമ്മുടെ വാഗ ബീച്ചിലാ. അതപ്പോ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നതാ. ഇതെന്താ സംഭവം? ये पांचों गिफ्ट है। हिंदी कॉमेडी में सर हिंदी। हाँ हिंदी में। ओके, ये पांचों गिफ्ट है, इसके अंदर आपको एक मिलेगा 100%। ये तो एप्पल का टैब रहेगा, बी आएगा तो लग्जरी हॉलिडे एशिया, मतलब 3 डेज के लिए फ्री स्टे मिलेगा हमारे रिसोर्ट में नेक्स्ट बार। और सी आएगा तो सैमसंग का गैलेक्सी, और डी आएगा तो एप्पल वॉच, और ई आएगा तो सैमसंग का गैलेक्सी। ये पांचों गिफ्ट आपको 100% मिलेगा सर। अभी कितने बजे फ्री हो जाओगे सर? अभी അതായത് ഈ 5 എണ്ണത്തിൽ ഒരെണ്ണം ഓഫർ ചെയ്യാന്ന്. അതായത് ഒന്ന് ഐപാഡ് 32 GB വിത്ത് വൈഫൈ ഉള്ളത്, ഇല്ലെങ്കിൽ ഏഷ്യ യൂറോപ്പ് ട്രിപ്പ്, അല്ലെങ്കിൽ സാംസങ് ഗാലക്സി ടാബ്, അല്ലെങ്കിൽ ആപ്പിളിന്റെ ഐവാച്ച്, ഇല്ലെങ്കിൽ സാംസങ് ഗാലക്സി ഫോൺ. ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടുമെന്ന്. ഇപ്പൊ 1 മണിക്കൂർ പോയി ഇവരുടെ ഹോട്ടലിൽ പോകണം. ഇത് ലക്കി വിന്നറാണ്. നമുക്ക് പോയി നോക്കാം. നമുക്ക് സമയമുണ്ടല്ലോ, പോയി നോക്കാം. अभी जास्ती टाइम है। नाम लिख के दे दो, ठीक है? लोकेशन दे देते हो, लोकेशन पे लोकेशन 9446 446 00 7960 60 लोकेशन। Thank you. जस्ट टाइप करो. ഞാൻ പറയാം. അപ്പൊ ഇവന് ഇതിന് ഇത് കിട്ടും, ബെനിഫിറ്റ് കിട്ടും. അതായത് പടത്തോണി ഹിന്ദി ആവുള്ളൂ. ശരിയാ. ഹിന്ദി വരുന്നത് മലയാളം ഇംഗ്ലീഷ് മലയാളത്തിനോടല്ലേ SHANAS. അപ്പൊ ഒരു കാര്യം പറയാം, ഒന്ന് സെപ്പറേറ്റ്. അപ്പൊ ഇത് നമ്മുടെ കർമ്മ ഗ്രൂപ്പിന്റെ ഒരു അടിപൊളി 3 സ്റ്റാറോ 5 സ്റ്റാറോ എന്ന് തോന്നുന്നു, അറിയില്ല. 5 സ്റ്റാർ റിസോർട്ടിന്റെ ഒരു പ്രൊമോഷൻ ഭാഗമായിട്ട് വന്നതാണ്. ഇവരിങ്ങനെ എല്ലാവരെയും നല്ല ടൂറിസ്റ്റുകളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അവരുടെ കാർഡ് കാണിച്ചിട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറയും. 3 കാർഡ് ഞങ്ങൾക്ക് തന്നു, 3 പേരുള്ളതുകൊണ്ട്. ഓപ്പൺ ചെയ്തപ്പോ 2 കാർഡ് ചീറ്റിപ്പോയി. 2 കാർഡ് ഇങ്ങനെ തന്നെയാ വന്നത്. ഇത് ഇങ്ങനെ ബെറ്റർ നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞു വന്നു. അപ്പൊ അവനൊരു ചിരി ചിരിച്ചു. അതിനുശേഷം 3ാമത്തെ ലച്ചുവിന്റെ ഞാൻ നിരാശയോടുകൂടി വലിച്ചു കീറിയപ്പോ അതിലൊരു പ്രൈസ് ഉണ്ട്, 5 പ്രൈസ് ഉണ്ട്. അപ്പൊ 5 പ്രൈസിൽ ഒരു പ്രൈസ് നമുക്ക് തരുന്ന പറഞ്ഞത്. ഇപ്പൊ ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട്. റിസോർട്ടിൽ പോയി ഈ കവർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോയി നോക്കാം എന്താ സംഭവിക്കാന്ന്. ഓക്കെ ബ്രോ, താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് ഓൾഡ് ഗോവ ബീച്ചിൽ ചുമ്മാ ഒന്ന് കറങ്ങാൻ വന്ന ചർച്ച് ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. മോള് വന്നാ ഓൾഡ് ഗോവ ബീച്ചിൽ പോകണം, എല്ലാവരും അവിടെ പോകുന്നു എന്ന് പറഞ്ഞ് അലമ്പുണ്ടാക്കി വന്ന. സത്യം അങ്ങനെ വേണം പറയാൻ. ഇവിടെ കറങ്ങി അടിച്ച് അങ്ങോട്ട് പോകണം. ഓക്കെ, റൗണ്ടാണ് വരുമ്പോ മൊത്തം കൺഫ്യൂഷനാ. അപ്പോ ഞങ്ങൾ വന്ന് ഓൾഡ് ഗോവ ബീച്ച് എല്ലാം കറങ്ങി അടിച്ച് ജസ്റ്റ് ഞങ്ങൾ പാർക്കിങ്ങിൽ വന്നപ്പോ സോ ഓൾഡ് ഗോവ ബീച്ചില് നമ്മള് റിട്ടേൺ ഇറങ്ങുന്ന സമയത്താണ് പാർക്കിങ്ങില് ഒരു പയ്യൻ ഓടി വന്ന് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് വൗച്ചർ തരുന്നത്. ഒന്നും മനസ്സിലായില്ല, ഓടി വന്നു. ഞാൻ വിചാരിച്ചു പാർക്കിങ്ങിന്റെ ആളാണ്, പാർക്കിങ്ങിന് ഓൾറെഡി പൈസ കൊടുത്തതാണല്ലോ, പിന്നെ അങ്ങനെ ആള് വരുന്നുള്ള രീതിക്ക് ഞാനിങ്ങനെ ഒന്ന് ബണ്ടടിച്ച് ചെന്നു. അവൻ ഗ്ലാസ് താത്താൻ പറഞ്ഞു. താത്തി നോക്കിയപ്പോ ഒരു റിസോർട്ടിന്റെ ആടുപാട്ടാണ് വന്നത്. ഞങ്ങളോട് എവിടെയാണ് നിങ്ങൾ ബുക്ക് ചെയ്തതെന്നൊക്കെ ചോദിച്ചു. ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ ബുക്കിംഗ് ഡീറ്റെയിൽ കൊടുത്തപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ റിസോർട്ട് ഒന്ന് വിസിറ്റ് ചെയ്യൂ. അടുത്ത ടൈം വരുമ്പോഴോ നിങ്ങളുടെ ഫ്രണ്ട്സ് വരുമ്പോഴോ. അവൻ നല്ല ബിസിനസ് പരമായി സംസാരിച്ചു. ആരെങ്കിലും വരുമ്പോൾ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞൊരു ഗിഫ്റ്റ് വാച്ചർ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു 3 എണ്ണം 2 എണ്ണം തന്നു. അപ്പോ ലാസ്റ്റ് ലച്ചുവിന് ഒന്നും കൂടെ കൊടുത്തു. അപ്പൊ 3 എണ്ണം ഞങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടി. അപ്പൊ 3 എണ്ണം കിട്ടിയത് 2 എണ്ണം ചീറ്റി പോയി. അപ്പൊ ഞാൻ ബെറ്റർ നെക്സ്റ്റ് ടൈം. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും ചുരണ്ടുന്ന പോലെ ഫേക്ക് ആക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ലച്ചുവിന്റെ അങ്ങോട്ട് ചുരണ്ട് നോക്കിയപ്പോഴേ കവർ അങ്ങോട്ട് പൊട്ടിച്ച് നോക്കിയപ്പോ ഞെട്ടിപ്പോയി. അവൻ തന്നെ ഞെട്ടി നിൽക്കുക. നിങ്ങൾ ബെസ്റ്റ് ഫാമിലി കപ്പിൾ എന്ന് പറഞ്ഞു തന്നിട്ട് ഈ ഒരു 5 ഓപ്ഷൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു.
ഒരു ഐപാഡ് അല്ലെങ്കിൽ ഐ വാച്ച്, ഒരു യൂറോപ്പിയൻ അല്ലെങ്കിൽ ഏഷ്യൻ ട്രിപ്പ്, അങ്ങനെ ഒരു 5 ഓപ്ഷൻ ഉണ്ട്. നമുക്കിനി ഹോട്ടലിൽ പോയി നോക്കുമ്പോ അറിയാം എന്താ സംഭവം. അവന്റെ നമ്പറൊക്കെ ഇട്ട് ഒരു കവറിലിട്ട് അടിപൊളിയാക്കി തന്നെ. നമ്മളിപ്പോ കവർ അൺബ്രേക്ക് ചെയ്തതാ. ഈ ടെക്കിക്കാണ് കിട്ടിയേക്കുന്നത്. ഇത് നമ്മുടെ ഇന്നലെ നമ്മൾ താമസിച്ച ബാഗ ബീച്ചിന്റെ അടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 1 മിനിറ്റ് ട്രാവൽ ചെയ്താല് നമ്മള് ഈ പറഞ്ഞ നമ്മുടെ കർമ്മ റിസോർട്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും. ഇനി അവിടെ എത്തിച്ചേർന്നിട്ട് എന്താണ് അവസ്ഥ എന്നുള്ള കേസ് നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ അവിടുത്തെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഓൻ പറഞ്ഞത് റിസോർട്ടിലോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് നമുക്കൊരു കവറിലിട്ട് നമ്മുടെ ലക്കി കൂപ്പൺ തന്നിട്ടുണ്ട്. പോയി നോക്കാം. അപ്പൊ നമ്മള് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. കർമ്മ റോയൽ കവർ അവിടെ കർമ്മ റിസോർട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മേളിലോട്ട് ബാറ്ററി വണ്ടിയിലൊക്കെയാ കൊണ്ടുപോകുന്നത് കേട്ടോ. കർമ്മ റോയൽ മോണ്ടെ റിയോ ഗോവ. ചെക്കിംഗ് പ്രൊസീജിയർ ഒക്കെ നോക്കിയിട്ട് അറിയാൻ ചെയ്യും. അപ്പോ നമ്മളോട് പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് കർമ്മയുടെ റിസപ്ഷനിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ലക്കി വിന്നറാന്ന് പറഞ്ഞപ്പോൾ അവർ ചിരിക്കുന്നുണ്ട്. ദൈവത്തിനറിയാം, പടച്ചനറിയാം എന്താവുമെന്ന്. നല്ല 5 സ്റ്റാർ ഹോട്ടലാ. വിദേശികളെല്ലാം ഇവിടെ വരിക. നല്ല സെറ്റപ്പാണ്, നല്ല ആംബിയൻസാ. ഇതിങ്ങനെ താഴെ ബാറ്ററി വണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ബാറ്ററി വണ്ടി കയറി മേലോട്ട് പോകാം. നമ്മളോട് റിസപ്ഷനിലോട്ട് പോകാനാണ് പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ പല വണ്ടിയിലും ലഗേജൊക്കെ കേട്ടിട്ടുണ്ട്. ഇതാണ് റിസപ്ഷൻ. ഉള്ള അടിപൊളി സെറ്റപ്പ്. ഇവരൊക്കെ അങ്ങനെ വന്നവരാകാനാണ് ചാൻസ് കൂടുതൽ. നീ നോ ലക്കി വിന്നർ. ആ അപ്പൊ നമ്മള് റിസപ്ഷനില് നമ്മുടെ ലക്കി ഡ്രോ കാണിച്ചു. അപ്പൊ റിസപ്ഷനിൽ കാണിച്ചപ്പോ അവര് പറയുന്നത് മേളില് വീണ്ടും ഒരു റിസപ്ഷൻ ഉണ്ട്. ആ റിസപ്ഷനിൽ പോയി ഇത് കാണിച്ചാൽ മതി. അതൊരു സ്ക്രാച്ചിങ് ഉണ്ട്. ആ സ്ക്രാച്ചിങ്ങിൽ ഏതാണോ കിട്ടുന്നത് അത് മേടിച്ചോണ്ട് പൊക്കമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. 1 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ആംബിയൻസ് ആണ്. കർമ്മ മൂന്നാറുണ്ട്. അവിടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓൾ ഓവർ ഇന്തോനേഷ്യ, ഫ്രാൻസ്, ജർമ്മനി, മൂന്നാർ, അങ്ങനെ കുറെ സ്ഥലത്ത് ഇവരുടെ റിസോർട്ടുകളുണ്ട്. ഇവിടെ ഇപ്പോൾ ഓപ്പൺ ബീച്ചാ, ഇത് പൂളാണ് കാണപ്പെടുന്നത്. അതാണ് ഈ പറഞ്ഞ അഡ്രസ്സുകൾ. കൊണ്ടുപോവാ. ഇവിടെ ഒരു ചെറിയൊരു പൂളുണ്ട്. ഇവിടെ ഒരു അടിപൊളി പൂൾ. നമ്മൾ താഴത്തെ റിസപ്ഷനിൽ നിന്ന് ബാറ്ററി വണ്ടി കയറി മേളിൽ റിസപ്ഷനിലോട്ട് പോവുകയാണ്. ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ഇത്രേ ഉള്ളൂ. വീണ്ടും ഉന്നതങ്ങളിലോട്ട് കയറി പോവുകയാണ്. എടാ ഞാൻ ഇത് ഓടിച്ചോട്ടെ? ഇതിങ്ങനെ പോവാട്ടോ. ഇതിവിടെ എന്തുകൊണ്ട് തീരുന്നൊന്നുമല്ല. ഭയങ്കര റിസോർട്ടാ. അടിപൊളി. ഗോവ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. ഫ്രീ ആയിട്ട്. അത് ഉരച്ചു നോക്കുമ്പോൾ അറിയാം എന്താവുന്നത്. അപ്പൊ നമ്മൾ താഴത്തെ റിസോർട്ടിൽ നിന്ന് മേൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു പൂളുണ്ട്. പൂള് ഷൂട്ട് ചെയ്യരുത് പറഞ്ഞിട്ടുണ്ട്, പ്രൈവസി ആയതുകൊണ്ട്. അപ്പൊ ഇവിടെ റിസപ്ഷനിൽ കയറാൻ പറഞ്ഞിട്ടുണ്ട്. റിസപ്ഷനിൽ കയറി നോക്കാൻ എന്ത് സംഭവിക്കുമെന്ന്. AC റിസപ്ഷനാണ്. അടിപൊളി. നമ്മൾ ഇവിടുത്തെ റിസപ്ഷനിലെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒരാൾക്ക് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ്ങിന്റെ ഗാലക്സി കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് ബി എന്ന് പറഞ്ഞാൽ ലക്ഷറി ഹോളിഡേ കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് എ എന്ന് വെച്ചാൽ ഐപാഡ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്കും സ്ക്രാച്ച് ചെയ്യുമ്പോൾ മേളിൽ പോയി 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് സ്ക്രാച്ച് ചെയ്യുമ്പോൾ അറിയാം ഏതാ കിട്ടിയത്. നമ്മുടെ ബാഗയില് ബീച്ച് റിസോർട്ട്. അപ്പൊ നമ്മള് റിസോർട്ടിൽ പോയി അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് സ്ക്രാച്ച് ചെയ്യാൻ തന്നതിനകത്ത് നമ്മൾ സ്ക്രാച്ച് ചെയ്തപ്പോഴത്തേക്കും ഓപ്ഷൻ ബി ആണ് നമുക്ക് അടിച്ചിരിക്കുന്നത്. അത് ഏഷ്യ ഓർ യൂറോപ്പ് ട്രിപ്പായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ഒട്ടും പ്രതീക്ഷിക്കാതെ ഗോവയിൽ നിന്ന് കിട്ടിയ ഒരു വമ്പൻ ഓഫർ എന്ന് തന്നെ പറയാം. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഫേക്ക് ആയിരിക്കും എന്നൊക്കെ ഓർത്ത്. പക്ഷെ നമുക്ക് ട്രാവലിംഗ് ചാർജ് അതിനകത്ത് വരുന്നുണ്ട്.
നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. അവർക്ക് ഈ കർമ്മയുടെ റിസോർട്ട് ഒരുപാട് രാജ്യത്തിൽ പല രാജ്യങ്ങളിലും ഉണ്ട്, റിസോർട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം. 1 വർഷത്തിനുള്ളിൽ പോയാൽ മതിയാവും. അതിനകത്ത് 4 ഡേയ്സും 3 നൈറ്റും അങ്ങനെ എന്തോയാണ് വരുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയതിൽ. ഇതാണ് നമുക്ക് അവിടെ നിന്ന് തന്നിട്ടുള്ള ഒരു കാർഡ്. ഈ കാർഡിൽ നമുക്ക് സ്കാൻ ചെയ്യാനുണ്ട്. ഗൂഗിളിൽ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഉള്ള റിസോർട്ടിൻ്റെയൊക്കെ പേര് വരും. നമുക്ക് പോകാൻ ഏതൊക്കെയാണ് റിസോർട്ടിൽ അവൈലബിലിറ്റി ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അത് സ്കാൻ ചെയ്ത് നോക്കിയായിരുന്നു. അതായത് നമുക്കൊരു 10ഓളം റിസോർട്ടുകൾ നമുക്ക് ഏഷ്യയിൽ നോക്കിയപ്പോഴത്തേക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഫസ്റ്റ് ഞങ്ങൾ മാൽദീവ്സിലാണ്. അവർ മാൽദീവ്സൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മുടെ സ്കാനിങ്ങിൽ മാൽദീവ്സ് വരുന്നില്ല. നമ്മളിപ്പം തായ്ലാൻഡ് ഫുക്കറ്റിലോട്ടാണ് നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാ പറ്റുന്ന പോലെ നമുക്ക് പോകണം. പിന്നെ വിസ ഇല്ലാത്ത രാജ്യത്തോട്ടാണ് ഞങ്ങൾ നോക്കിയത്. അതാണ് ഫുക്കറ്റ് തിരഞ്ഞെടുത്തേക്കുന്നത്. എന്തായാലും ഇൻഷാ അല്ലാ 1 വർഷത്തിനുള്ളിൽ നമുക്ക് എപ്പോഴാണോ പോകേണ്ടത് ആ പോകുന്നതിന് ഒരു മാസം മുമ്പേ നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ വിസയും ടിക്കറ്റും എല്ലാം എടുത്തിട്ട് വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട്, ഡേറ്റ് കറക്റ്റ് പറഞ്ഞിട്ട്. എന്തായാലും ഇങ്ങനത്തെ ഒരു ഓഫർ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഇൻഷാ അല്ലാ പോകണമെന്ന് തന്നെയാണ് ഓർത്തിരിക്കുന്നത്. നമുക്ക് ഫ്ലൈറ്റ് ചാർജ് മാത്രമല്ലേ വരുന്നുള്ളൂ. പിന്നെ അവിടുത്തെ റിസോർട്ടൊക്കെ ആണെങ്കിലും നമ്മൾ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും നല്ല അടിപൊളി 5 സ്റ്റാർ റിസോർട്ടുകളൊക്കെയാണ്. അതുകൊണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഇത് കിട്ടിയതിൽ.